നോക്കടാ, മീൻ നോക്കടാ. നമുക്ക് എന്തായാലും അപ്പം ഇടിയപ്പം പത്തിരി ചപ്പാത്തി അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇതിൽ. വൺ പോട്ടിന്റെ ഓണറാണ്. പേരെന്ന് പറഞ്ഞേ ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിന്ന് കലൂര് ഒരു ഷോപ്പ് വരെ പോകണം. ഫുഡ് കഴിക്കണം, ഭയങ്കരമായിട്ട് നാടൻ ഫുഡ് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഷോപ്പിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ വൺ സ്പോട്ട്, ഇത് എവിടെയെന്നറിയാം, കലൂരാണ്. വൺ സ്പോട്ടിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വൺ പോട്ടിൽ വന്നത് അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ വന്നത്. പക്ഷേ അവിടെ ഡൈനിങ് ഇല്ലായിരുന്നു. അവർ സെർവ് ചെയ്യുന്നുള്ളൂ, മീൻസ് അവിടെ ഡൈനിങ് ഇല്ലാതെ പാഴ്സൽ മാത്രമുള്ളൂ. അത് പാഴ്സലും അല്ല കേട്ടോ. പാഴ്സൽ എന്ന് പറഞ്ഞത് മോശമായി പോവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന ഇവരുടെ സ്റ്റാഫ് തന്നെ കൊണ്ടുത്തരും. സ്വിഗ്ഗിയോ സൊമാറ്റോ ഒന്നുമല്ല, ഇവരുടെ പേഴ്സണൽ സ്റ്റാഫ് തന്നെയാണ് ഫുഡൊക്കെ സപ്ലൈ ചെയ്യുന്നത് കേട്ടോ. നല്ലൊരു ആംബിയൻസ് കേട്ടോ. നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ചപ്പാത്തി ഐറ്റംസ് ഉണ്ടാവും, അതുപോലെ അതിന്റെ കൂടെ കഴിക്കാൻ അപ്പം, പിന്നെന്തായിരുന്നു പത്തിരി ചപ്പാത്തി അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇതിൽ വൺ സ്പോട്ടിലുള്ളത്. പിന്നെ ഡൈനിങ് ഇല്ല കേട്ടോ, ഡൈനിങ് ഇല്ല. പക്ഷെ നമ്മൾ എവിടെ ഓർഡർ ചെയ്യുന്നത് സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ വഴിയിട്ട് ഓർഡർ ചെയ്ത്, സ്വിഗ്ഗി സൊമാറ്റോ അല്ല, അവർ പേഴ്സണലായിട്ട് നമുക്ക് ഡെലിവറി ചെയ്ത് തരുന്നുണ്ട്. ഡയറക്റ്റ് ഇവിടെ ഭക്ഷണം കഴിക്കുന്നില്ല, നമ്മൾ ഇഷ്ടമുള്ള സ്പോട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്നത് കറക്റ്റ് കിട്ടും. എനിക്ക് തോന്നുന്നു ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഹോസ്റ്റലിലെ സ്റ്റുഡൻസിനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതായിരിക്കും. അവിടുത്തെ ആംബിയൻസ് നോക്കി ഒരു രക്ഷയില്ലാത്തൊരു ആംബിയൻസ് ആണ് കേട്ടോ. ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ് പ്ലേസ് കേട്ടോ, അങ്ങനെ തന്നെ പറയാൻ പറ്റും. ഭയങ്കര ട്രഡീഷണൽ ആണോ, ഇതെങ്ങനെയാണ് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഓർഡർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഒരു വീട്ടിൽ 2 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ 4 പേരുണ്ടെങ്കിൽ കറി വെക്കല്ല, ഡയറക്റ്റ് ചട്ടിയും പാടിയിട്ടാണ്. ചട്ടിയിൽ വെയിറ്റ് കുറച്ച് ചെയ്തു. ഓക്കെ ഓക്കെ, ചട്ടി നമുക്ക് റിട്ടേൺ പോകണം. ചട്ടിയപ്പാടി നമ്മൾ കൊടുക്കരുത്, ചട്ടി കൊണ്ടുവന്ന് ചട്ടിയുടെ കാശ് തിരിച്ചിട്ട് നമുക്ക്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ 2 പേര് 4 പേരൊക്കെ ഉള്ള വീട്ടിൽ ഒരു ചട്ടിയപ്പാടി ഒരു കറി കിട്ടില്ലേ. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ സെർവ് ചെയ്ത് സൂപ്പറായിട്ട് എന്തെങ്കിലും പാക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും വീട്ടിൽ കഴിക്കാൻ പറ്റില്ല, അപ്പം നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ. അങ്ങനെ അവർ തന്നെ അത് പാക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൺചട്ടിയിൽ സിലിക്കോണിൻ്റെ ലിഡ് വെച്ചിട്ടാണ് കണ്ടോ പാക്കിങ്. അപ്പോൾ ചോർച്ചയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. വൺ പോട്ടിൻ്റെ ഓണറാണ്. പേരെന്ന് പറഞ്ഞേ നികിത മാം ആണ് വൺ പോട്ടിൻ്റെ ഓണർ. ഭയങ്കര എന്തോ കോൺസെപ്റ്റിലൊക്കെ അല്ലേ ഇത് പറഞ്ഞേക്കുന്നത്? എന്തായിരുന്നു കോൺസെപ്റ്റ്? നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ആൾക്കാർക്ക് കൊടുക്കുക. പിന്നെ ഈ ഫുഡിൽ ആവശ്യമില്ലാത്ത കളേഴ്സോ ടേസ്റ്റ് മേക്കേഴ്സോ കുട്ടികൾക്കൊക്കെ വാരി കഴിക്കാൻ പറ്റുന്ന പോലെ സേഫായ ഭക്ഷണം. വൺ പോട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാനൊക്കെ ശരിക്കും ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ്, ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. വളരെ നോക്കും കാര്യങ്ങൾക്ക് ധൃതിയാണ്. അപ്പം ഇങ്ങനത്തെ ഒരു സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ, ഞാൻ ഇടപ്പള്ളിയാണ്, അപ്പോൾ അവിടെ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ അതൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു നല്ല മീൻകറി വരാം, കുറച്ച് ചോറ് വീട്ടിൽ വയ്ക്കാം, കഴിക്കാം, കുറച്ച് എളുപ്പമായിട്ടിരിക്കുക, ഉപ്പേരി ഉണ്ടാക്കാം, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. പക്ഷെ ഞാൻ വന്നപ്പോൾ വിചാരിച്ച ഇവിടെ സെർവ് ചെയ്ത് ഇവിടുന്ന് കഴിക്കാൻ പറ്റുന്നൊക്കെ വിചാരിച്ചാൽ വന്നത്. പക്ഷെ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ഒരു കിച്ചൺ കറക്റ്റ് നമ്മുടെ വീട്ടിലെ കിച്ചൺ പോലെ തന്നെ ഓപ്പൺ കിച്ചണാണ്. ഇപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ കറി കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അകത്തേക്ക് കയറി വരാം, നമ്മുടെ കറിയൊക്കെ കാണാം, ഞങ്ങളെയൊക്കെ കാണാം, എല്ലാവരെയും കാണാം. അപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് എന്തായാലും ഞങ്ങൾ പാക്ക് ചെയ്ത് പോയിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് കഴിഞ്ഞ് കഴിച്ചിട്ട് ടേസ്റ്റ് ഞങ്ങൾ വിളിച്ചു പറയും കേട്ടോ. നിങ്ങൾ നോക്കൂ, ഞാൻ വെറുതെ പറയണാണോ ഇങ്ങനെ തന്നെയാണ്. ഞാൻ ചോദിക്കുന്ന മസാലയൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് മസാലയൊക്കെ നമ്മൾ തന്നെ കൊടുക്കും. മുളക് മല്ലി മഞ്ഞളൊക്കെ നമ്മൾ തന്നെ കൊടുക്കും. അതെ അല്ലേ? എല്ലാം നമ്മൾ നിങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മസാലയും കാര്യങ്ങളാണ് നമ്മൾ ഐസ് ഇടാത്ത മീനൊക്കെ ഡെയിലി എടുത്തുകൊണ്ട് വന്നിട്ട് അതാണ് നമ്മുടെ കറി.
കുറച്ച് കഴിച്ചു. അപ്പോൾ 2 പേരുടെ പോർഷൻ വാങ്ങിയാൽ 3 പേർക്ക് കഴിക്കാം. അപ്പം നിങ്ങൾക്ക് അത് ഫ്രിഡ്ജിൽ വെച്ചാൽ അത് ചൂടാക്കിയിട്ട് പിറ്റേ ദിവസം ചട്ടിയപ്പാടിയാണ് നന്നായിരിക്കുന്നത്. അതാണ്. പക്ഷെ ചട്ടി എടുത്തിട്ട് വെക്കാൻ പാടില്ല. ആ ചട്ടി ഞാൻ ഭയങ്കര ഭംഗിയുള്ളൊരു ചട്ടിയായിട്ട് അങ്ങനെ സ്പെഷ്യലായിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് അടുപ്പത്ത് വെക്കാൻ പറ്റില്ല, അടിഭാഗം കത്തി. അപ്പോൾ നിങ്ങൾ പകർത്തിയിട്ട് പിന്നെ മുളകിട്ട കറി എന്നാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കേടാവുന്നില്ല. തേങ്ങാപ്പാൽ വെച്ച കറികളൊക്കെ ആണെങ്കിൽ കുറച്ച് കഴിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് ഇത് ഹീറ്റ് ചെയ്തിട്ട് പിന്നെ അപ്പോഴും അതേ ടേസ്റ്റ് തന്നെ. അവിടെ നിന്ന് ഞങ്ങൾ കാന്താരി ചിക്കനും കപ്പയും പത്തിരിയും മുളകിട്ട മീൻകറിയും വാങ്ങിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടോ പുറത്തെവിടെയെങ്കിലും പോയി കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തു. നമുക്കേ ശരിക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ, ഞാൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ട്, ഞാൻ തിരക്ക് പിടിച്ചിങ്ങനെ ഓടുന്ന സമയത്തേ കറി ഉണ്ടാക്കാനായിട്ട് ഭയങ്കര പാട്. ചോറ് ഉണ്ടാക്കാൻ പാടില്ല. ചോറ് നമ്മളിപ്പോൾ ഇച്ചിരി റൈസ് കുക്കറിൽ ചോറ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറ് റെഡിയാവും. പക്ഷെ കറി ഉണ്ടാക്കാൻ പച്ചക്കറി അരിയാ, മീൻ നന്നാക്കാം. മീൻ ഇപ്പൊ നന്നാക്കിയൊക്കെ കിട്ടും, പക്ഷെ എന്നാലും മീൻ കറി വെക്കാം. പിന്നെ ഉപ്പേരിക്ക് പച്ചക്കറി ഉണ്ടാക്കാനാണ് ഏറ്റവും പാട് ശരിക്കും പറഞ്ഞാൽ. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നെങ്കിലും കറിയായിട്ട് നല്ല രീതിയിലും വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ടേസ്റ്റിൽ കേട്ടോ, അല്ലാതെ വെറുതെ ചുമ്മാ കിട്ടിയിട്ട് കാര്യമില്ല. വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കണ ഹോട്ടൽ ഫുഡ് എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റില്ല. ഹോട്ടൽ ഫുഡിൽ അവർ എന്തൊക്കെ ഓയിലാണ് ഉപയോഗിക്കുന്നത് അതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ വീട്ടിലുണ്ടാക്കി തന്നെ രീതിയിൽ എവിടെന്നെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം മേടിക്കും. ശരിയല്ലേ? ചോറ് ഇച്ചിരി വെക്കാം, എവിടെന്നെങ്കിലും ഇച്ചിരി മീൻകറി കിട്ടാം. മീൻകറിയൊക്കെ ആണെങ്കിൽ 2 ദിവസം 3 ദിവസം വെച്ച് കഴിക്കാം. മുളക് ചാറൊക്കെ ചട്ടിയടക്കം തുടച്ചു കഴിക്കുന്ന. അപ്പൊ അതങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്പോട്ട് ശരിക്കും പറഞ്ഞ കലൂരിൽ ഉണ്ടല്ലോ. ഇപ്പൊ കലൂരിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇപ്പൊ 2 പേര് ഹസ്ബൻഡും വൈഫും ഒക്കെ ജോലി ചെയ്യുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ ജോലി കഴിഞ്ഞ് വന്നിട്ട് കറി വെക്കാനൊന്നും പറ്റുന്നില്ല. മെട്രോ സിറ്റിന്റെ പ്രത്യേകത തന്നെ അതല്ലേ, തിരക്കേറിയ ഓട്ടത്തിന്റെ ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിൽ നമ്മൾ പലതും മറന്നു പോകും. അങ്ങനെ മറക്കണതാണ് നമ്മൾ ശരീരം. അപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കേണ്ട സിറ്റുവേഷൻസ് വരും. അതിനെക്കാട്ടി ഏറ്റവും നല്ലതാണ് ഇവരിങ്ങനെ ഓർഡർ ഒക്കെ ചെയ്യുന്നത്. മേടിച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ മീൻകറിയൊക്കെ ആണെങ്കിൽ 2 ദിവസമൊക്കെ വെച്ച് കഴിക്കാം. എനിക്കിപ്പോ ഒരു സർവ് ചെയ്തേക്കുന്നുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മീൻ നോക്കടാ, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കഴിക്കാം. കപ്പയും കൂടി കഴിക്കാനാ പാലക്കാട് പത്തിരിയും ചിക്കൻ കറിയും കൂടി കഴിച്ചാ അടിപൊളി. മുബാറക്കിന് കൊടുക്കും. മസാല പൊടിയല്ലേ, ഇതിന് കളറൊന്നുമില്ല. കാന്താരി ഒരു ഗുണമുണ്ട്, ഇങ്ങനെ കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ആ ഗ്രൗണ്ടിൽ നിന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീൻകറിക്ക് കുറച്ച് നല്ല എരിവുണ്ടായിരുന്നു. ബാക്കി കപ്പ എൻ്റെ പന്നി ഒരു രക്ഷയില്ലായിരുന്നു. കപ്പ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാന്താരി ചിക്കൻ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു വേഗം. ഞങ്ങൾക്ക് വൈകുന്നേരം വേറൊരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള ഒരു ചായക്കടയിൽ കയറി ഫുഡൊക്കെ കഴിച്ചപ്പോൾ വെള്ളം കുടിക്കാനുള്ള ദാഹം. അപ്പോൾ ഞങ്ങൾ ഓരോ ചായയും ഹോർലിക്സും, ഞങ്ങൾ 3-4 പേരുണ്ട് കേട്ടോ. അവരാരും വീഡിയോൻ്റെ ഫ്രണ്ടിൽ വരില്ല. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ആ റോഡ് സൈഡിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചു അവിടെ നിന്ന് പോരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള കുറേ ലിഖിതങ്ങളൊക്കെ ആയിട്ട് 2-3 ചേച്ചിമാരൊക്കെ വന്നു. നമുക്ക് 2-3 ലിഖിതങ്ങളൊക്കെ തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ.